വെറും കുഞ്ഞുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. അതിനെയാണ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നീക്കം നടത്തുന്നത്. അറിവ് പറഞ്ഞത് ഹംസന്മാർ ഇതിനിടയിലുണ്ട്. അവിടെ നമ്മൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം കപട ഹംസന്മാർ എന്ന് തന്നെയാണ് നമ്മൾക്കിതിൽ പറയേണ്ടിയിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ഭാഗത്തും വിവിധ ക്ഷേത്രങ്ങളിലാണ് ഈ ശോഭായാത്രകൾ സംഘടിപ്പിക്കാറ്. അപ്പം വിവിധ സമയത്ത് വിവിധ ക്ഷേത്രങ്ങളിലാണ് ഉണ്ടാവുക. ഈ വർഷം ഈ ചേരൂർ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. ആ സമയത്ത് അവരായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നടപടിക്രമം എന്നുള്ള രീതിയിൽ അവരെ ഒരു ലെറ്റർ കൊടുക്കുകയും ഇതിന്റെ അനുമതിക്ക് വേണ്ടി ലെറ്റർ കൊടുത്ത സമയത്ത് മാത്രമാണ്, ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് അവർ അത് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ലെറ്റർ നമുക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയല്ല ഇങ്ങനെ എതിര് ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന് അനുമതി കിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ യാതൊരു കാരണവശാലില്ല. കാരണം ഇത് ശ്രീകൃഷ്ണജയന്തി എല്ലാവർക്കും അറിയാം, ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഘടന ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്നതാണ്. അപ്പൊ പെട്ടെന്ന് അവർ പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇതിനെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞാണ്. ആ സമയത്ത് മാത്രമാണ് അവർ അറിയിച്ചിട്ടുള്ളത് നടത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതിന് മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ തന്നെ അവിടെ തുടർന്നു കഴിഞ്ഞു. പറയുന്ന ഒരു കാര്യം ഇത് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു യാത്രയാണെന്നാണ്. ബാലഗോകുലം രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളൊരു വാദം അല്ലേ അവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പോലും ഈ ക്ഷേത്രം ഒരു സംഗമഭൂമി ആയിരുന്നില്ല, ഈ ക്ഷേത്രാങ്കണം. അപ്പോൾ ഈ വർഷമാണോ ആ ബോധോദയം ഉണ്ടായിരിക്കുന്നത്? അല്ല, വർഷങ്ങളായിട്ട് പല സമയത്തായിട്ട്, ഒന്നും രണ്ടു തവണയല്ല, പല സമയത്തായിട്ട് അവിടെ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള ശോഭയാത്ര അവിടെ സമാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഈ വർഷം മാത്രമാണ് അവർ ഈ രീതിയിൽ ഇതൊരു രാഷ്ട്രീയ സംഘടനയാണെന്നും ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സംഘടനകൾക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർക്കറിയാം ഇത് രാഷ്ട്രീയ സംഘടന അല്ലാതും രാഷ്ട്രീയ പരിപാടിയല്ല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം എന്നുള്ളത് അവർക്കറിയാനിട്ടല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവർ എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. പലപ്പോഴായിട്ട് അവര് സമാന്തര ശോഭയാത്രകളും ഒക്കെ കണ്ണൂരൊക്കെ കണ്ടാണ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് വിജയിക്കാതെ ഒഴിവാക്കിയ ഒരു പരിപാടിയാണ്. അതോടനുബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണ് ഇത് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഭക്തജനങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ദേശത്തിന്റെ ക്ഷേത്രം തന്നെയാണ് ഇത്, ചേരൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഭക്തജനങ്ങളെല്ലാം തന്നെ ഇതിന് നല്ല പ്രതിഷേധത്തിലാണ്.